അല്ല, ആ ശശി അത് യഥാർത്ഥത്തിൽ വരട്ടിയതാണോ അതോ വരട്ടാൻ വേണ്ടി വരട്ടിയതാണോ? എനിക്ക് തോന്നുന്നത് വരട്ടാൻ വേണ്ടി വരട്ടിയതാണെന്നാണ്. വരട്ടാൻ വേണ്ടിട്ടല്ലേ ഗുണ്ടകൾ വരട്ടുന്നത്, അല്ലാതെ വരളാതിരിക്കാൻ വേണ്ടിട്ടല്ലല്ലോ. അതും ശരിയാണല്ലോ. അപ്പൊ വരട്ടാൻ വേണ്ടി തന്നെ വരട്ടിയതാ. ദേ നാത്തൂനെ, സിറ്റിയിലേക്ക് ഇതുപോലെ ഷോ കാണിച്ച് കാശ് മേടിക്കുന്ന ഒരുപാട് ദാതാക്കൾ ഇറങ്ങിയിട്ടുണ്ട്. ദാതാക്കളല്ല, ദാദാമാര്. അത് തന്നെ, അങ്ങനെ പറ. വെറുതെ നമ്പറുകളാണേ. അതെ, എനിക്കും അങ്ങനെ തോന്നുന്നേ. അപ്പോ ഒട്ടും പേടിക്കണ്ട അല്ലേ? അതെ, ഒട്ടും പേടിക്കണ്ടാന്നേ. അല്ലേ? അതെ, നമ്മള് ധൈര്യമായിട്ടിരുന്ന ആരും നമ്മളെ വരട്ടത്തില്ല. നമുക്കപ്പം യാതൊരു പ്രശ്നവും വരില്ല അല്ലേ? ഏയ് വരില്ല, ഒരു പ്രശ്നവും വരില്ല. ചേട്ടാ, എന്താ ശബ്ദളെ? പ്രശ്നമാണ് ചേട്ടാ, ആകെ പ്രശ്നമാണ്. എന്ത് പ്രശ്നം? ആ ശശി വന്ന് വരട്ടിയത് വെറുതെ ആണെന്നല്ലേ നമ്മൾ കരുതിയത്. പിന്നെ അവനും ആ വെങ്കലം ഭാസ്കരനെ വന്ന് പറഞ്ഞു പോയപ്പോ നാളെ കാശ് തയ്യാറാക്കി വെക്കണോന്ന്. അയ്യോ, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാവുന്നു. ദൈവമേ, ചൗദള നമ്മുടെ നിലനിൽപ്പ് പ്രശ്നമാവോ? അയ്യോ ചേട്ടാ, അറം പറ്റുന്ന വാക്കുകളൊന്നും പറയില്ലേ. എന്താണെന്ന് അറിയില്ല, ഇപ്പൊ ഞാൻ കാണുന്നതൊക്കെ ദുസ്വപ്നങ്ങളാ. ചേടാ, ആ ഗുണ്ടകൾ കാരണം നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമോ? കാശ് വാങ്ങാനേ നാളെ വരുന്ന അങ്ങോട്ട് തന്നെ പോവാ. ഇതങ്ങ് നേരത്തെ തന്നിരുന്നെങ്കിൽ ഭാസ്കരായിട്ട് ഇടപെടണ്ടായിരുന്നല്ലോ. എന്നാൽ എന്ത് ന്യായത്തിലായി തെമ്മാടിത്തരം കാണിക്കുന്നേ? പേടിപ്പിച്ച് കാശ് വാങ്ങാം. എന്റെ ചേച്ചി നേരത്തെ പറഞ്ഞില്ലേ, ലോകത്തിൽ എല്ലാവരും ജീവിക്കാൻ വേണ്ടി ഓരോ ജോലി ചെയ്യുന്നു. ഞങ്ങളെ ജോലി ഇതാ. ബോംബെയും ബാംഗ്ലൂരും ഡൽഹിയും ഒക്കെ താരതമ്യപ്പെടുത്തിയ ഇത് നിസാരോ? ചേച്ചി തരണം. അല്ല, എന്ത് കണക്കിലാ ഞങ്ങൾ ഈ ഗുണ്ടാപ്പിരിവ് തരേണ്ടത്? തട്ടുകടക്കാര്, സ്വർണ്ണക്കടക്കാര്, അങ്ങനെ കടകളെ കേന്ദ്രീകരിച്ചായിരുന്നു മുമ്പൊക്കെ പിരിവ്. ഇപ്പൊ അത് വീട്ടുകളിലേക്ക് നീട്ടി. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്നാ ഇന്നാ കേട്ടോ, 300 രൂപ ഉണ്ടേ. എണ്ണണ്ട, കറക്റ്റ് ആയിരിക്കും. ശരി. ഇവനൊക്കെ വല്ല വണ്ടിയിലും അടവച്ച് പോത്തേ ഉള്ളൂ. നമസ്കാരം നമസ്കാരം. എന്നതാ രണ്ടുപേരും കൂടി? വെങ്കലം. എന്നതാ? വെങ്കലം ഭാസ്കരൻ ചേട്ടത്തി. വെങ്കലം ഭാസ്കരൻ? അധോലോകക്കാരൻ ഗുണ്ടാപ്പിരിവ് കൊടുക്കണോന്ന്, ഇല്ലെങ്കിൽ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാ പറഞ്ഞ് ഒരു കേട് കൊടുത്തു. എനിക്കിപ്പോ രാത്രി കിടന്ന ഉറക്കമേ വരുന്നില്ല ചേട്ടത്തി. മീശയൊക്കെ പിരിച്ച് കയ്യില് വാളും തോക്കൊക്കെ ആയിട്ട് വെങ്കലം. നിങ്ങളാണ് കൊച്ചുങ്ങളെ, എനിക്ക് നിങ്ങൾ പറയുന്ന എന്റെ ABCD പിടി കിട്ടുന്നില്ല. പറയാൻ ചേട്ടത്തി, പറയാം. പേടിച്ചു പോയല്ലോ. ആഹാ, ഒറ്റപ്പെട്ട അമ്മാവനാണോ? ഞാൻ ആ വെങ്കലത്തിനെ കുറിച്ച് പേടിച്ച് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. അതാരാ കുട്ടി വെങ്കലം? ചെമ്പിന്റെ പിത്തളരെ ചേട്ടാ. അമ്മാവാ, സതിക്കുഞ്ഞും ലീലാവതി കുഞ്ഞും മറിയ ചേട്ടത്തി കാണാൻ പോയിരിക്കുകയാണ്. കുട്ടി, ഇവിടെ ഇല്ലാത്തവരുടെ കാര്യം പറഞ്ഞ് സമയം ഇങ്ങനെ വൃഥാ പാഴാക്കുന്നത് എന്തിനാ? നമുക്ക് നമ്മുടെ കാര്യം സംസാരിക്കാം. ആഹാ, ഇതാര്? അമ്മാവനാ? എന്താണ് ഒറ്റയാനെ വിശേഷിച്ച്? ഇവിടെ ഉള്ളവരെ കുറിച്ച് സംസാരിക്കണോ? ഓ, അത് ശരി. എന്നാ പിന്നെ ഞാൻ ഇവിടെ നിൽക്കല്ലേ, എന്നെ കുറിച്ച് സംസാരിക്കില്ല. ഇല്ല, ഈ ലോകത്തിന് ഒരു ആത്മാർത്ഥതയുമില്ല. പണ്ട് ചങ്ങമ്പുഴ പാടിയത് ഞാനും പാടും. കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് എന്റെ പരാജയം. കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ്. എടാ ഓടിക്കേ, ആ വെങ്കലം ഭാസ്കരന്റെ കാര്യത്തിലെ മറിയച്ചേട്ടത്തി വല്ല പരിഹാരം കണ്ടുപിടിക്കൂടെ? അപ്പൊ അതാണ് കാര്യം. പറ്റിയ ഒരാളുണ്ട്. എന്റെ ഒരു കൂട്ടുകാരി. കൂട്ടുകാരി എന്ന് വെച്ചാ പ്രായത്തിന് അല്പം വ്യത്യാസമുണ്ട്, പക്ഷേ സ്വഭാവത്തില് ഞങ്ങൾ ഒരുപോലെ. പേര് ബീവി താത്ത. എന്താ? ബീവി താത്ത.
ഞങ്ങള് പണ്ട് അടുത്തടുത്ത് താമസിച്ചിരുന്നവരാ. ആള് വലിയ രസികത്യാ. വരട്ടെ, അവള് വരട്ടെ. വെങ്കലത്തിനെ ഇരുമ്പിനെയൊക്കെ ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോളാം കൊച്ചേ. നാളെ തന്നെ വരുത്താം ബീവി താത്തെ. എന്താ? പഠിച്ചോനെ എന്തിരി ചൂടാണ് തമ്പുരാനെ. അല്ലാ ആരുമില്ല. ആരാ ഇവിടെ? ആര്? ഓടിക്കല്ലേ അയ്യേ, ഇത് ശകുന്തള. എന്റെ പ്രശസ്തി കണ്ട. എന്റെ ഭാര്യ ആയതുകൊണ്ടാണ് നിനക്ക് പ്രശസ്തി കിട്ടിയത്. മുല്ലപ്പൂമ്പടി ഏറ്റ് കിടക്കും കല്ലിന് മുണ്ട് സൗരഭ്യം. ഈ ഓടിക്കെന്ന് പറഞ്ഞാൽ നാട്ടിലെല്ലാവർക്കും അറിയാം. അതിരിക്കട്ടെ, എന്നെ എങ്ങനെ മനസ്സിലായി? മറിയച്ചെഴുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കണ്ട, ഞാൻ ഈ പറഞ്ഞു. വീട്ടിൽ രണ്ടുപേരും ഒന്ന് പറ്റിക്കൂടിയിട്ടുണ്ട്. എപ്പോഴും അയാൾ ഇവിടെയൊക്കെ തന്നെ ചുറ്റി കാണും. അയാളുടെ പേരാണ് ഓടിക്കൻ. അല്ലേ ഓടിക്കല്ലേ? ഓസിന് ചാപ്പാടായിട്ട് തടിയം കൊണ്ട് കേറണില്ലല്ലോ. അല്പം ഒരു വ്യായാമൊക്കെ വേണം കേട്ടാ. എന്നെ കണ്ടുപിടിക്കും. ഞാൻ അവിടെ ഒന്ന് കേറിയിട്ട് വരട്ടെ. ലജ്ജാവതിയേ അല്ല ലീലാവതിയേ. അപ്പോ ശകുന്തളെ, പ്രശസ്തി രണ്ട് രീതി വരും. ഗാന്ധിജിയും പ്രശസ്തനാണ്, ഹിറ്റ്ലറും പ്രശസ്തനാണ്. എവിടുന്ന് കുത്തിപ്പറിച്ച് വരുന്നത്? ലീലാവതി നിന്റെ കള്ളക്കട കണ്ണിൽ ലജ്ജാ ലീല ലീല. മത്സരക്കാരിയല്ലേ, മത്സരക്കാരി. മത്സരം അയലൊക്കക്കാരോട് മാത്രം പോരാ, സ്വയമേവ നന്നാവണം. ഇനിയും നന്നാവണം, ഇനിയും നന്നാവണം എന്നുള്ളൊരു മത്സരം വേണം. ഞങ്ങൾക്ക് മനസ്സിലായില്ല. ശാരദ അല്ലേ സുഗുണന്റെ ഭർത്താവ്? അല്ലല്ല, ഭാര്യ. രണ്ട് വീടുകളിലായിട്ട് ഒരുപാട് പൊതുകാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തിക്കലുണ്ട്. അതിരിക്കട്ടെ, അവൻ വീണ്ടും വന്ന. ആര് വന്നു? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആരാ? ഞാൻ ബീവി താത്ത. അല്ല, നിങ്ങൾ ചിരിക്കല്ലേ? അപ്പൊ ഒരു കമ്പനി തരാൻ വേണ്ടിട്ട് ചിരിച്ചതാ. ചിരിക്കാ, ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ ചിരിക്കാൻ. അല്ല, ആ ഗുണ്ട വെങ്കലം ഭാസ്കരൻ, അയാളെ നേരിടാൻ. അയ്യോ, ആ നിർത്തിയ എന്നാ ഞാൻ സ്റ്റോപ്പ് ചെയ്യാ. അതെ, ബീവി താത്ത ആ വെങ്കലം ഭാസ്കരനെ കണ്ടിട്ടുണ്ടോ? അവന്റെ ശിഷ്യൻ ശശിയെ കണ്ടാലും നല്ല ജീവൻ പോവും. അപ്പൊ പിന്നെ വെങ്കലത്തിനെ കണ്ടാലോ? അല്ല, ബീവി താത്ത എങ്ങനെയാ ഗുണ്ടകളെ ഒതുക്കാൻ പോകുന്നത്? ഉപദേശം. എന്താ ഉപദേശം തന്നെ. നല്ല രീതിയിൽ ഉപദേശിച്ച ഏത് ഗുണ്ടയുടെ മനസ്സ് മാറ്റാം. നല്ല രീതിയിൽ ഉപദേശിച്ച ഏത് ഗുണ്ടയുടെ മനസ്സ് മാറും. ശശി ഗുണ്ടാപ്പെരുപ്പ് പാവമാണ്. ചേച്ചി, ഒരു ദാണ്ടെ പാവം ശശി വന്നിരിക്കുന്നു. ആശെടുക്കാനല്ലേ പറഞ്ഞത്? വിളിക്ക്. വീട്ടുകാരെ വിളിക്ക്. വെങ്കലത്തിന്റെ അസിസ്റ്റന്റ്. വീട്ടുകാരെ വിളിക്കണോ? ലീലാവതി ചേച്ചി, Correct ശശിക്ക് സമയം. ധൃതി ഉണ്ടെന്ന് ഒന്ന് പോവാൻ. ഉപദേശിച്ച് കളയാം. You can see. തന്നോടല്ലേ Come പറഞ്ഞത്? on. എന്ത്? ചേച്ചി, കാണണമെങ്കിൽ ബാബുണ്ടെങ്കിലാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കാശ് കിട്ടിയില്ലേ ഭാസ്കരായിട്ട് മലന്റെ ആവുകേ. ആ മിണ്ടാണ്ടിരിക്കണേ, ചെവിതലേക്കണ്ടേ മനുഷ്യനെ. ഓ, പുതിയ ആളല്ലേ? ഏയ് 19 വർഷം പഴക്കമുള്ള ആളാണ് മോനെ. പഴയ ആളായാലും ശരി, അഴുകിയ ആളായാലും ശരി, അണ്ണന് പിരിവ് തരണം. അന്ന ഉത്സവം നടത്തണേ, അത് ആർട്സ് ക്ലബിന്റെ വാർഷികത്തിന്റെ പിരിവാ. വാർഷികം? ഇത് ഗുണ്ടാ പിരിവാ. വെങ്കലം ഭാസ്കർ എന്ന് കേട്ടിട്ടുണ്ടോ? ഭാസ്കര അണ്ണന് വേണ്ടിയുള്ള ഗുണ്ടാ പിരിവ്. അത് ശരി. അപ്പൊ ഒരു പിരിവ് കൂടി ഉടനെ വേണ്ടി വരുമല്ലോ. അണ്ണന് സ്മാരക നിർമ്മാണത്തിനുള്ള പിരിവ്. ആരാ അവര്? സത്യം പറഞ്ഞാ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ ചേട്ടാ. എനിക്കറിയാം,
ഇത് താത്ത, ബീവി താത്ത. ഏത് തത്തയായാലും താത്തയായാലും അണ്ണന് പിരിവ് കൊടുക്കണം. അയ്യോ ഞങ്ങൾ കാശൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാ. തീയോട് കളിക്കരുത്. ഞാൻ കളിക്കണത് ബംഗലത്തോടാ. ബംഗലോ തീ തമ്മിൽ ചേരൂല. ഏ, പോമോനെ കളിക്കല്ലേ ബീവി, തീയോട് കളിക്കല്ലേ. അയ്യോ, കാശ് തന്നില്ലെങ്കിൽ ശശിയുടെ സ്വഭാവം മാറും. താത്ത പൈസ അങ്ങോട്ട് കൊടു. താത്തക്ക് ഇവരെ അറിഞ്ഞുകൂടാത്തോണ്ടാ ആ അത് നേരാ. ഞമ്മക്ക് ഇവരെ അറിഞ്ഞൂടാ. അതുകൊണ്ട് നീ പോയി നിന്റെ അണ്ണനെ വിളിച്ചോണ്ട് വാ. ഞാൻ അയാളെ വിസ്തരിച്ചൊന്ന് കാണട്ടെ. കാശതാ. നീ പോടാ. ശശിയുടെ സ്വഭാവം മാറും. കണ്ടോ? കാശ് മോനെ, പോടാ, പോടാ, ഏ, പൊക്കോടാ. അതിനൊക്കെ എണ്ണ എണ്ണിയാൻ പോടാ, പോടാ. അവനടിക്കല്ലേ? അപ്പൊ അണ്ണനെ വിളിച്ചോണ്ട് വാ. ശശി നീ പോടാ അങ്ങോട്ടോ ഇങ്ങോട്ടോ. ആഹാ. അതെ, ഞങ്ങളെ കൊലക്ക് കൊടുക്കാൻ തന്നെയാണല്ലേ പ്ലാൻ? എടാ ഓടിക്കാതെ ധൈര്യമില്ലാത്തവൻ ജീവിച്ചിരിക്കുന്നത് ചത്തേന് തുല്യല്ലേ? ആ. പിന്നെ എന്തിനാ പ്രത്യേകിച്ച് ഒരു കൊല? അപ്പ അധികം വൈകാതെ ചെയ്യൂ. ലജ്ജാവതി, ഇന്നാ പൈസ. ഓക്കേ? ഹോ, എന്റെ ലത ചേച്ചി, ആമ്പിള സിംഗം എന്നല്ലേ നമ്മൾ സാധാരണ പറയാറുള്ളത്. പക്ഷെ ഇതുണ്ടല്ലോ പെമ്പിള സിംഗമാണ്, പെമ്പിള സിംഗം. സത്യം. ബൈക്ക് ഓടിച്ച പെമ്പളസിംഹം വന്നത്. ആ മറിയ ചേട്ടത്തിയുടെ വീട്ടിലോട്ടൊന്ന് പോയാലോ? എന്തിന്? ഈ സുഖത്തിന് എനിക്ക് നേരിട്ടൊന്ന് കാണണം. ഫസ്റ്റ് പോകാം കുട്ടി, ഞാനും വരാം. നമുക്ക് ഒരുമിച്ച് പോകാം. ഇതാര്? ഒരു വാക്ക് എവിടെങ്കിലും വിടാൻ നോക്കിയിരിക്കണം. അത് കയറി പിടിച്ചോളാം. അതെ അമ്മാവാ, ഈ ഒറ്റപ്പെട്ട ജീവിതമായിട്ട് ആ ബീവി താത്തയുടെ മുമ്പിൽ ചെന്ന് വീണാലേ ഒറ്റ പല്ലില്ലാത്ത ജീവിതമായി പോകും. ദേ, വെങ്കലം ഭാസ്കരൻ ഗുണ്ടാ പിരിവ് അങ്ങനെയൊക്കെ കേട്ടെന്നല്ലാതെ ബീവിത്താത്തയ്ക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ പിടിയിട്ടിട്ടില്ല. ബീവിത്താത്ത ഒന്നുകൂടെ ഇങ്ങോട്ട് വിളിപ്പിക്കണം. സതിച്ചേച്ചി കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കട്ടെ, അല്ലേ? അപ്പൊ അതാണ് സംഗതിയല്ലേ? ഗുണ്ടാ പിരിവ് കൊടുത്തില്ലെങ്കിൽ മനുഷ്യന്മാരെ കിടത്തി പൊറപ്പിക്കൂല. നീ എന്താ പേടിയാവുന്ന ബീവിത്താത്ത, എനിക്ക് പേടിയാവുന്ന. എല്ലാവരും ചുമ്മാ അങ്ങനെ പേടിക്കണോണ്ടാ ഗുണ്ടാ പിരിവെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ അതോ ലോകം കേറി ഇറങ്ങി ഇങ്ങനെ നിരങ്ങണത്. ബീവിത്താത്തയ്ക്ക് ഒരൊറ്റ ആളെ മാത്രമേ പേടിയുള്ളൂ. അതാര്? പടച്ച തമ്പിരാനായ റബ്ബിലാലമീനായ തമ്പിരാന്. അത് ശരി. പടച്ചോനെ പേടിയുള്ളവർക്ക് തെറ്റ് ചെയ്യാൻ തോന്നൂല. ശരിയാ. അല്ല, ബീവിത്താത്ത എങ്ങനെ ഈ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്നേ? അതുപോലെ ബീവിത്താത്ത ഇങ്ങനെ നേരിടാനുള്ള ശക്തിയൊക്കെ. എന്താ പറഞ്ഞേ? എന്താ? എന്താ? എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇനി ഇങ്ങനെ വല്ല സംസാരിച്ചു കഴിഞ്ഞാ ഞാൻ കണ്ട, ഞാൻ കൈയും കാലും എടുക്കാതെ തന്നെ 3 പേരെ ഇങ്ങനെ വിറപ്പിച്ച് നിർത്തിയില്ലേ? ചങ്കൂറ്റുണ്ടെങ്കിൽ വർത്താനം പോലും പറയണ്ട, നോക്കിയാ മതി. മനസ്സിലായി? മനസ്സിലായോ? ഉപദ്രവിക്കരുത്. അയ്യോ, കോമഡി താത്ത. ഇതിലാർക്കാണ് അറിയാൻ മേലാത്ത? താടാ ചോദിച്ചു കേട്ടില്ലേ? ആർക്കാന്ന്? പോട്ടെ, അവർക്കൊരു അബദ്ധം പറ്റി. ആദ്യത്തെ അബദ്ധത്തിന് മാപ്പ് കൊടുക്കുകയാണല്ലോ ബോസിന്റെ ഒരു ശീലം. നമ്മളെ ഏട്ടാ എന്തോ
എന്നെ ആരോ വിളിക്കുന്നെന്ന് എന്നെയും ആരോ വിളിക്കുന്നു. നടന്നോടെ വിളിച്ചു. ഓടിക്കച്ചേട്ട പാവം സാധുവാ. ഉപദ്രവിക്കല്ലേ ഫാമിലിയാ